നമ്മളിപ്പോൾ ചെയ്യുന്ന സ്റ്റോറി ABC മലയാളത്തിനോ എനിക്കോ വേണ്ടി ചെയ്യുന്ന സ്റ്റോറിയല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സ്റ്റോറിയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി ജംഗ്ഷനിലാണ്. കഴിഞ്ഞ ദിവസം ഈ എടപ്പള്ളി ജംഗ്ഷനിൽ നിങ്ങൾ കണ്ട വെള്ളക്കെട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ഇതേ വിഷയം നമ്മൾ മുൻ പ്രാവശ്യം നമ്മൾ ഇതേ വിഷയം ബോധിപ്പിച്ചതാണ്. ഇത് മുതലാളിമാരെ സ്നേഹിക്കലാണോ? ഞാൻ അങ്ങനെയുള്ള കാര്യമൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ മേഡം പറയേണ്ടത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാനും ഹൈബിയും ഇവിടെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ മുഴുവൻ കണ്ടിട്ട് ഈ നാട്ടുകാർ മുഴുവൻ ഇത് കാണിച്ചിട്ട് നമ്മൾ കത്ത് കൊടുത്തിരുന്നതാണ്. ഹൈബിയുടെ ലെറ്റർ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. നമ്മളും ഇത് വളരെ പ്രാവശ്യം ഇത് അഡ്രസ്സ് ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇത് നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ. അതായത് എത്ര ലക്ഷം രൂപയുടെ നഷ്ടം വന്നാലും ഇനി ആരൊക്കെ റോഡിൽ വീണ് ചത്താലും ഭരണാധികാരികൾക്ക് ഒന്നുമില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? മേഘവിസ്ഫോടനമാണ്, സമ്മതിച്ചു. നമുക്ക് ഒത്തിരി മഴകൾ വന്ന് വീഴുന്നുണ്ട്, ഈ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോവില്ല. പക്ഷേ എന്തുകൊണ്ട് എടപ്പള്ളിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി. ഇവിടെ കെട്ടുന്ന വെള്ളം ഒരു കാരണവശാലും തോലം കുത്തിയ തോടെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു തോടുണ്ട്, ആ തോട്ടിലോട്ട് ഒരു കാരണവശാലും വെള്ളം പോകുന്നില്ല. എടപ്പള്ളി തോട്ടിലേക്കുള്ള വെള്ളം പോകാനായിട്ട് അവിടുത്തെ പോളകളൊന്നും മാറ്റിയിട്ടില്ല. അതാണ് മേഡം, അതാണ് നമ്മളിത് വേനൽക്കാലത്തെ നമ്മളിത് അധികാരിയുടെ മുന്നിൽ ശ്രദ്ധപ്പെടുത്തിയതാണ്. കാരണം ആ തോടിനെ ഒഴുക്ക് കൂട്ടണം, അവിടുത്തെ ചെളി വാരണം. ഫെബ്രുവരിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണ അവസ്ഥയിലേക്ക് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഇനി നമ്മളത് പഴിച്ചിട്ട് കാര്യമില്ല. ഇനി എന്തെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. ഈ മഴ തെറ്റെന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റ് തിരുത്തപ്പെടുന്നില്ല. നമ്മളിത് മുൻകൂട്ടി ഇങ്ങനെ സംഭവിക്കും നമ്മൾ പറഞ്ഞിട്ടും. കാരണം ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ വന്ന് ഈ ഓടയിലെ ചെളിയെല്ലാം വാരിക്കോരി പുറത്തിട്ടിട്ട് ഇതേ ചെളി തന്നെ വീണ്ടും അതിൻ്റെ അകത്തോട്ട് കയറും. ഇത് ആരെ പറ്റിക്കാൻ വേണ്ടി കോർപ്പറേഷൻ 100 മീറ്റർ പോലും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ വീഴുന്ന വെള്ളം ഒരു 100 മീറ്റർ പോലും കിടക്കാത്ത അപ്പുറത്തൊരു തോട്ടിലോട്ട് ഒരു ചാലിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഇവിടെ ഭരിക്കുന്ന എല്ലാവർക്കും, കോർപ്പറേഷനാണെങ്കിലും മന്ത്രിമാർക്കാണെങ്കിലും എല്ലാവർക്കും പരാതി നിവേദനം ഉൾപ്പെടെ പോയിരിക്കുന്നതാണ്. എന്നിട്ടും ഇത് ചെയ്യാത്തതിൻ്റെ കാരണം മുതലാളിമാരെ സ്നേഹിക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇവിടുത്തെ മുതലാളിമാരെ വേദനിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, മെട്രോ അല്ലേ, ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു സാധനം വിടാലോ. ഇതിനെതിരെ പരാതി കൊടുത്ത ഒത്തിരി ആളുകളുണ്ടെന്ന്. ആ പരാതികളൊന്നും നോക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. എൻ്റെ കാരണം എന്താ? വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴേ ഇവരുടെ സ്നേഹം കിട്ടില്ല. അത് തന്നെ എൻ്റെ കാരണം. ഇനിയിപ്പോൾ ആ തോടിൻ്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയും വലിയ തോട് തൊട്ടടുത്ത് ഉണ്ടായിട്ടാണ് ഇത്രയും വലിയ വെള്ളക്കെട്ടും ഇത്രയും ആളുകൾ ദുരിതം അനുഭവിച്ചും. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബോക്സ് തന്നെ അവിടെ സെറ്റ് ചെയ്താൽ മതി. ആ സൈഡിൽ ഒന്ന് കാണിച്ച ക്യാമറ സൈഡിൽ നിങ്ങൾ ആ സൈഡ് നോക്കി, ഒരു സൈഡിലും അങ്ങനത്തെ ഒരു സാധനമില്ല, കാണാനില്ല. മനസ്സിലായോ? ഇത്തരത്തിലുള്ളൊരു ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തെന്താ പ്രശ്നം? ഞാൻ പറയുന്നത് അവരുടെ വെള്ളം അവിടെ വീഴുന്ന വെള്ളം ഇവിടെ ഒന്ന് വീഴുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വെള്ളക്കെട്ടില്ല. ഈ തോടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഈ തോടിൻ്റെ അവസ്ഥ നോക്ക് നിങ്ങൾ എന്താന്ന്. അതായത് ഒരു തരത്തിലുള്ള ഒഴുക്കില്ല ഈ തോടിൻ്റെ അകത്ത്. ഈ വെള്ളം അങ്ങനെ തന്നെ കെട്ടി നിൽക്കുക. ഈ തോടൊന്ന് നന്നാക്കി ഇവിടുത്തെ ചെളി മൊത്തം കോരിക്കളഞ്ഞാൽ ഇത് നല്ല ഒഴുക്കുള്ളൊരു തോടായിട്ട് മാറി ചേരാനല്ലൊരു മഞ്ഞുമല തൊട്ട് വൈറ്റില വരെയുള്ള എല്ലാ വെള്ളക്കെട്ടിനുള്ള പ്രശ്നങ്ങളും ഒറ്റ പരിഹാരമാണ് ഈ തോടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായി? ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ സർക്കാരിന് കുറ്റം പറയുന്നത് നല്ലത്. ഇതാണ് അവസ്ഥ. അസസ് ചെയ്യേണ്ടവർ അസസ് ചെയ്യട്ടെ. അതിൽ ഞാൻ കമൻസ് ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇത് എല്ലാവർക്കും ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എറിയുന്നില്ലേ റോട്ടിലേക്ക് വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നത്? എത്ര പേരാ? എന്നോട് ഇന്നലെ വിളിച്ചിട്ട് ഒരു വീട്ടമ്മ പറഞ്ഞത് MLA ആയിരുന്നാൽ പോരാ, എല്ലാവരെയും ബോധവാന്മാരാക്കണം എന്ന്. ഇത് അവരവർക്കുള്ള ബോധമാണ്. കോർപ്പറേഷൻ ആൾ വരും, കാന ക്ലീൻ ചെയ്യും, കാനയുടെ സ്ലാബ് തുറക്കും, ആ ചെളി എടുത്ത് അതിൻ്റെ മുകളിലിടും, ആൾക്കാർ പോവും, അടുത്ത മഴ പെയ്യും, ഈ ചെളി ഒന്നെങ്കിൽ റോട്ടിലോട്ട് വീഴും, അല്ലെങ്കിൽ ആ ചെളി അതിൻ്റെ അകത്തോട്ട് വീഴും. അല്ല വേറെ ഒന്നും സംഭവിക്കാനില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും മഴ പെയ്താൽ പോകാനുള്ള കാനയൊന്നും ഇവിടെ ഇല്ലാന്ന്. കാനയിലെ വെള്ളം ഏതെങ്കിലും ഹോട്ടലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആരെങ്കിലും ഹോട്ടലിനകത്ത് ഒരു ഭക്ഷണം കഴിക്കും? നിങ്ങൾ ആലോചിക്കും, നമ്മൾ കയറി കഴിക്കും. ചുമ്മാ കൗൺസിലർമാരെയോ അല്ലെങ്കിൽ മേയറിനെയോ അല്ലെങ്കിൽ കളക്ടറിനെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഒന്നും മാത്രം പറഞ്ഞാൽ പോരാ. ഓരോരുത്തർക്കും ഓരോ വീട്ടിലും വേസ്റ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെയാണ്. ഒരു പാവപ്പെട്ടവൻ്റെ വലിയ ബിൽഡിംഗ് എന്തെങ്കിലും ആണെങ്കിൽ എപ്പോഴേ ഇടിച്ച് പൊളിച്ച് ഈ പറഞ്ഞ സാധനമൊക്കെ പണിതേനെ. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കി. നമ്മുടെ ജനങ്ങൾ മണ്ടന്മാരല്ലേ? ബാക്കിയുള്ള സ്ഥലങ്ങൾ വെള്ളക്കെട്ടുണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ എടപ്പള്ളിയിൽ പറയുന്ന 100 മീറ്റർ അകലിൽ വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികളുടെ കഴിവേടെന്നുള്ളത് വരുന്നതിന് വേറെ ഒന്നും വിളിക്കാനില്ല. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഈ വെള്ളക്കെട്ടിൻ്റെ ഇതേ സ്റ്റോറി ഞാൻ ചെയ്തതാണ്.
നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ആ സ്റ്റോറി 2 എണ്ണം കിടക്കുന്നുണ്ട്. ഇവിടെ വെള്ളക്കെട്ട് വന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള സ്റ്റോറി. നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്തേ പറ്റൂ. കാരണം ഇത്രയും ഒരു സൗകര്യം ഉണ്ടായിട്ടും ഇത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തോ കാരണങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത മഴ പെയ്തു. അടുത്ത മഴയ്ക്ക് ഇനിയിപ്പോൾ അടുത്ത വെള്ളക്കെട്ട് ഉണ്ടാവും. വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ നടക്കുന്ന കാന മൊത്തം വാരി കോരി കുറച്ച് പൈസ തട്ടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വിഷയം വളരെ സിമ്പിളാണ്. ഇവിടെ കെട്ടുന്ന വെള്ളം തൊട്ടപ്പുറം കാണുന്ന തോട്ടിലോട്ട് കടന്നു പോകാനുള്ള ഒരു വഴി ഒരുക്കുക മാത്രം പറ്റുമെങ്കിൽ ഭരണാധികാരികൾ ചെയ്യുക.